കേരളത്തിന്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിന്റെ പ്രതിഫലനമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് മുൻ കെപിസിസി അധ്യക്ഷനും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവുമായ കെ സുധാകരൻ എം പി. സംസ്ഥാന ഭരണത്തോടുള്ള എതിർപ്പിന്റെ വികാരപരമായ പ്രകടനമാണ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്നും കെ സുധാകരൻ പറഞ്ഞു. ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെതിരെയുള്ള പൊതുജനത്തിൻ്റെ വികാരപരമായ ചിന്തയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ് UDF അനുകൂലമായ ഈ രാഷ്ട്രീയ സാഹചര്യം. ഞങ്ങൾ ആരംഭത്തിലേ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇടതുപക്ഷം ഇനി ജയിക്കാൻ സാധ്യതയില്ല, ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കാൻ സാധ്യതയില്ല, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും അവർക്ക് ജയിക്കാൻ സാധിക്കില്ല എന്ന് പൂർണ്ണമായി രാഷ്ട്രീയം പഠിച്ച് രാഷ്ട്രീയം സ്റ്റഡി ചെയ്ത് ഞങ്ങൾ പറയുകയാണ്, വെറുതെ പറയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. പിന്നെ നമ്മളെ മുന്നണിക്കകത്തുള്ള ഐക്യം, എല്ലാ നേതാക്കന്മാരും ഒത്തൊരുമിച്ച് കൂട്ടായി പ്രവർത്തിച്ച് രാവു പകൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് എല്ലാ ജനങ്ങളെയും വോട്ടർമാരെയും നേരിൽ കണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഈ രാഷ്ട്രീയം, കേരളത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കുടുംബസംഘം എത്രയാണ് നടത്തിയത്. കേരളത്തിൽ നടത്തിയ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇവിടെ നടന്നിരിക്കുന്ന കുടുംബസംഗമം ഒരു റെക്കോർഡാണ്. അത്ര കുടുംബസംഗമം എന്ന് പറയുമ്പം അത്രയും കുടിലുകളിൽ, അത്രയും വീടുകളിൽ ഈ പറയുന്ന കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ രാഷ്ട്രീയ യാഥാർത്ഥ്യം യഥാർത്ഥമായി ഒരു ജനസമൂഹത്തിന് നൽകാൻ സാധിച്ച ഒരവസരമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. ഞങ്ങളുടെ ഘടകകക്ഷികളിൽ എല്ലാ ഘടകകക്ഷികളും മുസ്ലിം ലീഗല്ലോ വീണ് മരിച്ച് സ്വന്തം സ്ഥാനാർത്ഥിക്ക് പോകൊണ്ട് പോലും ഇതുപോലെ പ്രവർത്തിച്ച് കാണില്ല. അത്ര ആത്മാർത്ഥമായി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഈ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു നല്ല ചരിത്രത്തിന്റെ ഭാഗമാണ്. PV അൻവർ കോൺഗ്രസിലേക്ക് വരാൻ ആഗ്രഹിച്ചാൽ അദ്ദേഹത്തെ പോലെ ഒരാളെ ഒരു കാരണവശാലും കോൺഗ്രസ് തള്ളിക്കളയില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. അൻവറിന്റെ ഒരു സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിന്റെ അകത്ത് ഒരെണ്ണപ്പെട്ട തെരഞ്ഞെടുപ്പിലാണ്. നിങ്ങൾ മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തു അൻവറിന്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അൻവർ ഒരു നയപരമായ ഒരു രാഷ്ട്രീയ സമീപനം സ്വീകരിച്ച് വന്നയാളെ പുറത്ത് CPM-ൽ നിന്ന് വിട്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് വരണമെന്നായിരുന്നു ഞാൻ അന്നേ ആഗ്രഹിച്ചതും ഞാനത് സംസാരിച്ചതും. വരാമെന്ന് അദ്ദേഹം ഏറ്റതുമാണ്. അത് പിന്നെ മറ്റ് സാങ്കേതികമായ ചില പ്രശ്നങ്ങളുടെ പേരിൽ അത് ചുഴഞ്ഞുപോയി, നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം കോൺഗ്രസിലേക്ക് വരാൻ അദ്ദേഹം തയ്യാറുണ്ട് എങ്കിൽ പാർട്ടിയോട് ആവശ്യപ്പെട്ടാൽ അത് പാർട്ടി ചിന്തിക്കും, എല്ലാ നേതാക്കന്മാരും ചർച്ച ചെയ്ത് അത് ഉചിതമായ തീരുമാനമെടുക്കും. ഒരിക്കലും അൻവറെ പോലെ ഒരു രാഷ്ട്രീയക്കാരൻ വേണ്ട എന്ന് കോൺഗ്രസിനെ പോലൊരു പാർട്ടി പറയില്ല. ജനപിന്തുണയുള്ള നേതാവാണ്, കഴിവുള്ള നേതാവാണ്, വളരെ സക്രിയമായ നേതാവാണ്. അദ്ദേഹത്തെ ഏത് രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കും. ഞങ്ങൾക്ക് അതിനകത്ത് തർക്കങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇത് ഞാനല്ല പറയേണ്ടത്, പറയാനുള്ള ഉത്തരവാദിത്വം പാർട്ടിയുടെ കമ്മിറ്റിയുണ്ട്. കമ്മിറ്റി തീരുമാനമെടുക്കും. ആ തീരുമാനം ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ, വീൽ ട്രീറ്റ് യു വെൽ, ചാല ഈസ്റ്റ്, കണ്ണൂർ.